Godspeed to the city street. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നും ഞാനൊരു ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ഥിരം നമ്മുടെ വെനു ജഗത് സിംഗ് ഹാളിൽ വെച്ചിട്ട് ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് സ്പ്രൈറ്റും മെറിൻ്റെയും കിട്ടി. ഞങ്ങൾ രണ്ടും ചൂസ് ചെയ്തു, രണ്ടും ഞങ്ങൾ കുടിച്ചു. ഇതാണ് ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേളുടെ പേര് രേഷ്മ റോസ് അജിത് എന്നാണ്. ഞങ്ങൾ നിക്ക് നെയിമായിട്ട് റോസു എന്ന് വിളിക്കും. നമ്മുടെ 1 വയസ്സായ റോസുക്കുട്ടിയാണിത്. റോസുക്കുട്ടിയുടെ കേക്കിൻ്റെ തീമും ഡ്രസ്സിൻ്റെ തീം തന്നെയാണ് കൊടുത്തിരുന്നത്. അത് മലയാളിയുടെ ഒരു തലയിൽ ഉദിച്ച ഒരു ഐഡിയ ആണ്. ഡ്രസ്സിൻ്റെ തീം തന്നെ അവർക്ക് അയച്ചു കൊടുത്ത് അതുപോലെ തന്നെ ആ ഒരു ഡോൾ കേക്ക് ചെയ്താൽ കുറച്ചുകൂടെ നൈസായിരിക്കുമെന്ന് അങ്ങനെയാണ് ആ കേക്ക് ചെയ്യിപ്പിച്ചെടുത്തത്. മറ്റേതൊരു 3 നിലയായിട്ടുള്ളൊരു കേക്ക്. ഫോട്ടോ എടുക്കാനായിട്ട് റോസുവിനെ പിടിച്ചിരുത്തിയപ്പം റോസു ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്ന്. പക്ഷേ ഞങ്ങൾ പറ്റിയ രീതിയിൽ ഞങ്ങൾ ഫോട്ടോയും വീഡിയോസും ഒക്കെ റോസുവിൻ്റെ എടുത്തു. ഇനി നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് കടക്കാം. കേക്കൊക്കെ കട്ട് ചെയ്തു. റോസുവിൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു ഫ്ലെയർ കാരണം റോസുവിന് ആ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് അങ്ങ് വീണ് പോവുമായിരുന്നു. ഡ്രസ്സിൻ്റെ വെയിറ്റ് കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് റോസുവിനെ കാണുമ്പോൾ നമുക്കൊരു ഏഞ്ചൽ ഫീല് തോന്നി. അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു ബർത്ത്ഡേയും കഴിഞ്ഞു. ഞാൻ സ്ഥിരം പറയുന്നത് പോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹാപ്പി ബർത്ത്ഡേ സോങ് പ്ലേ ആവുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് ഞാനത് ഇവിടെ ഇടുന്നില്ല. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് റോസുവിൻ്റെ വായിൽ എല്ലാവരും കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് കൊടുക്കൽ ആ ചടങ്ങ് കഴിഞ്ഞപ്പം ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങ്. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ മോനൂട്ടന് ഇന്നും ഗമയാണ് ഒരു ഹായ് കാണിക്കാൻ. പിന്നെ നമ്മുടെ ഉണ്ണിമാമൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അവിടെ ഇരുന്ന് കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് അവരെയൊക്കെ എടുത്ത് കളിപ്പിക്കലായിരുന്നു പരിപാടി. ഈ വീഡിയോയിൽ കാണുന്ന മുടി മുന്നിലോട്ട് പിന്നിയിട്ടിരിക്കുന്ന അഞ്ജനയുടെ തലയിൽ ഉദിച്ച ഐഡിയ ആണ്. ആ ഡ്രസ്സിൻ്റെ ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്താൽ ആ തീമിൽ കേക്ക് ചെയ്യിക്കുക എന്നത്. എന്തായാലും അത് സക്സസ് ആയി. അതിനുശേഷം നമ്മുടെ ഫുഡ് കിട്ടുന്ന ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി, വെജ് ബിരിയാണി ഉണ്ടായിരുന്നു. ഞാൻ വെജ് ബിരിയാണി എടുത്തേ, കാരണം എനിക്ക് ഈ പനീർ കാണുമ്പോഴത്തേക്ക് ഞാൻ അവിടെ അങ്ങ് വീഴും. അങ്ങനെ ഞാൻ ബിരിയാണി എടുത്തു. ഏറ്റവും അവസാനം നമ്മുടെ റോസുവിന് കിട്ടിയ ഗിഫ്റ്റുകൾ ഉണ്ണിമാമനും കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൊണ്ടുപോയി വണ്ടിയിൽ വെക്കാൻ പോവുകയാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഐ ലവ് യു ഓൾ.